إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുവഹിദുകളായി, ഏകദൈവ വിശ്വാസികളായി ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏകദൈവ വിശ്വാസത്തെ ഇഷ്ടപ്പെടാത്ത, ആ നിയമസംഹിതയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകളിൽ നിന്നുണ്ടാകുമെന്നുള്ളത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. قال الله عز وجل إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. അല്ലാഹു പറയുന്നു, പ്രപഞ്ച സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുന്ന പക്ഷം ഇൻ യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ കീഴടക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, റബ്ബിന്റെ സഹായം നിങ്ങൾക്ക് വന്നെത്തുന്ന പക്ഷം ഈ ഉമ്മത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. എന്നാൽ വഇൻ യഖ്ദുൽകും, പടച്ച റബ്ബിൽ നിന്ന് അവന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന പക്ഷം ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി, അവന് ശേഷം ആര് നിങ്ങളെ സഹായിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പടച്ചവന്റെ സഹായം ലഭിച്ചില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ലഭിച്ചില്ല എങ്കിൽ, ആരുടെ സഹായവും സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ
യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണം, ഭരമേൽപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രതിസന്ധിയിലും അവനെ മുന്നോട്ട് നയിക്കുന്നത് ഇത് മാത്രമാണ്, ഈ വിശ്വാസം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ എപ്രകാരം പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ എന്നെ ബാധിക്കുകയില്ല. എന്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് മുഅ്മിനായി മുവഹിദായി ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി കൊണ്ട് അവന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് എന്റെ വിജയം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുർബലപ്പെട്ടു പോയി എന്ന് കരുതരുത്, ബലഹീനരാകരുത്. വലാ തഹ്സനു, നിങ്ങൾക്ക് ബാധിച്ച പ്രയാസത്തിൽ നിങ്ങൾ സങ്കടപ്പെടുകയും ചെയ്യരുത്. മറിച്ചു അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവരായി മുവഹിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിജയികൾ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് അവൻ ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഫലസ്തീനിലെ നമ്മളുടെ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് ആർക്കും ഞാൻ പ്രത്യേകമായി പറഞ്ഞറിയിക്കേണ്ടതില്ല. ലോകം മൗനം അവലംബിക്കുമ്പോ, അല്ലെങ്കിൽ മനസ്സാക്ഷിയുള്ള കുറച്ചു പേരെങ്കിലും അതിനെതിരെ ശബ്ദിക്കുമ്പോ, നിരായുധരായ ഒരു സമൂഹത്തെ, കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും എന്നുവേണ്ട ഒരു നാടിനെ തന്നെയും കൊന്നടക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ പരാജയപ്പെട്ടു പോയൊരു സമൂഹമാണ് ഫലസ്തീനിലെ ആളുകളെന്ന്? ഒരിക്കലുമില്ല. മറിച്ച് അവർക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോയത് അവരെ സഹായിക്കാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നമ്മളെപ്പോലുള്ളവർ മാത്രമാണ്. അവരെന്നോ വിജയിച്ചു കഴിഞ്ഞു. പ്രയാസങ്ങൾക്ക് മുമ്പിൽ, പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഈമാനിനെ അടിയറവ് വെക്കാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് തനിക്ക് നേരെ പീരങ്കിയുമായി വരുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു കല്ലെങ്കിലും എടുത്ത് മുന്നിൽ നിൽക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവർക്കുള്ള വിജയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കും വലിയ പ്രതിഫലമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഷഹാദത്തിന് സ്വീകരിക്കുമാറാകട്ടെ. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുശദ്ദു الرحال ഇല്ലാ ഇലാ ثلاثه മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യരുത്. ഒന്ന് അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ് ഒന്നാമതായി വരുന്നത്. ഒരു തവണ അവിടെ നമസ്കരിക്കുമ്പോ 100,000 നമസ്കാരങ്ങളുടെ അത്രയും പ്രതിഫലം ലഭിക്കുമാർ ശ്രേഷ്ഠമായ സത്യവിശ്വാസികളുടെ ഖിബ്ല സ്ഥിതി ചെയ്യുന്നതായ പള്ളി. രണ്ടാമത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമസ്ജിദി ഹാദാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയായ മസ്ജിദുൻ നബവിയാണ് രണ്ടാമത്തെ പള്ളി എന്ന് പറയുന്നത്. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പണി കഴിപ്പിച്ച അൽ മസ്ജിദുൽ അഖ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, ഏകനായ പ്രപഞ്ച സൃഷ്ടാവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ടതായ പള്ളി അൽ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചില ആളുകളൊക്കെ അല്ലെ AC മുറികളിൽ ഇരുന്ന് ഒരു പ്രയാസവും ജീവിതത്തിൽ അറിയാതെ
പാവപ്പെട്ട നിരാലംബരായ ഫലസ്തീനികളെ കുറിച്ച് അവർക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഒക്കെ അഭിപ്രായം പറയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കരുതുന്നുണ്ടോ അവരുടെ വീടുകൾ ബോംബിട്ട് തകർത്ത്, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി, സ്ത്രീകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തി, അവരുടെ കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും മുതിർന്നവരെയും ഒക്കെ കൊന്നൊടുക്കിയ ഒരു ജനതയിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ഖതലത്തുൽ അംബിയ, അംബിയാക്കളെ കൊന്നൊടുക്കിയ സമൂഹമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമൂഹമാണ് ജൂതന്മാർ എന്ന് പറയുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫബിദുൽമിൻ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്ന അനവധി അനുഗ്രഹങ്ങളെ, ഹലാലായ അനുഗ്രഹങ്ങളെ അവരുടെ മേൽ നിഷിദ്ധമാക്കാൻ ഇടവരുത്തിയ കാരണം എന്ന് പറയുന്നത് അവരുടെ അനീതിയും അക്രമവുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അവർ സമാധാനകാംക്ഷികളാണെന്ന് നാം കരുതുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനീതിക്കെതിരിൽ നമുക്കൊരു വാക്കുകൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു നിലപാട് കൊണ്ട് സത്യത്തോടൊപ്പം നിൽക്കുവാനും അനീതിക്കെതിരിൽ നിൽക്കുവാനും നിസ്സഹായരായ മനുഷ്യർക്കൊപ്പം നിൽക്കുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം അൽഹംദുലില്ലാഹ്, അത് പടച്ചവന്റെ തൗഫീഖാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച കാര്യം തന്നെ ഒന്നുകൂടി മനസ്സുകളിൽ നിന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമായി ഒന്നുകൂടി ആവർത്തിച്ചു പറയാൻ, ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യാനെങ്കിലും നമുക്ക് സാധിക്കാതെ പോയാൽ അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള നമ്മളുടെ ഇസ്ലാമിക ഗവൺമെന്റുകൾ നമുക്കവർക്ക് സഹായം എത്തിക്കാനുള്ള രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ ജീവിക്കുന്ന കുവൈറ്റിലാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യലായ സെഹൽ ആപ്പ് വഴി നമുക്ക് ഫലസ്തീനികൾക്ക് സഹായം എത്തിക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷേ ചെയ്യാൻ നമുക്ക് സാധിക്കാം, അതിനുള്ള മനസ്സുണ്ടാകണം. സാമ്പത്തികമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത സഹോദരങ്ങൾ അവരുടെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, അവരുടെ ദുആ കൊണ്ട് ആ സമൂഹത്തിനൊപ്പം നിൽക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. قال الله عز وجل وإذا الموءودة سئلت بأي ذنب قتلت. പിഞ്ചു കുഞ്ഞുങ്ങൾ ചോദ്യം ചോദിക്കുന്നൊരു ദിവസം വരാനിരിക്കും. എന്ത് പാപം ചെയ്തിട്ടാണ്, എന്തിന്റെ പേരിലാണ് പിഞ്ചുബാല്യങ്ങളായ ഞങ്ങളെ നിങ്ങൾ കൊന്നതെന്ന് ചോദിക്കുന്നൊരു ദിവസം വരുന്ന وإذا الموءودة سئلت بأي ذنب قتلت. എന്ത് പാപം കാരണത്താൽ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് ആ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ദിവസത്തിൽ ആ ചോദ്യം നേരിടേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ദുആഇന്റെ കരങ്ങൾ നമ്മളിൽ നിന്ന് ഉയരണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് നീ സഹായം നൽകണമേ, വിജയം നൽകണമേ. അവർക്ക് പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണമേ. വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റബ്ബേ നീ ഭക്ഷണം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر الإسلام والمسلمين
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم وانصرهم على عدوهم واشف مرضاهم وداو جرحاهم وعاف مبتلاهم وأطعم جائعهم واكس عاريهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. وأقم الصلاة.